ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രെഡും പഴവും വെച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് തയ്യാറാക്കി വെക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ഈ നേന്ത്രപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയിട്ട് പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണിത്. ഇത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി ഒരു 10-12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസും ഒരു 2 പീസ് ബ്രെഡും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് നമുക്ക് ഫ്രൈ പാനിലിട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ സ്നാക്സ്. അതിന് വേണ്ടിയിട്ടാണ്. ഇത് സ്ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകും. സ്ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമാണ് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല വിട്ട് കിട്ടുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മുട്ടയ്ക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് നൈസ് അരിപ്പൊടി അപ്പപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഒട്ടും കട്ടകളില്ലാത്ത ബാറ്റർ ആയിരിക്കണം വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. പാലിന് പകരം വേണമെങ്കിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇത് ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഇതിലേക്ക് മുക്കിക്കൊടുത്ത് ആ വെള്ളമൊക്കെ പാലിൻ്റെ അംശമൊക്കെ പോക്കിയതിന് ശേഷം നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഇട്ട പാടും തന്നെ അത് എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മെൽട്ടായി പോകും. ഇനി ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 12 പീസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് നമുക്കിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡ് ഏകദേശം ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പഴമൊക്കെ ഉള്ള സമയത്ത്, പഴുത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്തൊക്കെ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വിശക്കുന്ന സമയത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇത് വിശപ്പ് മാറുകയും ചെയ്യും. പഴവും ബ്രെഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡും പഴവും വെച്ചിട്ടുള്ള സ്നാക്സാണിത്. നല്ല ടേസ്റ്റുമാണ്. പുറമെ നല്ല ക്രിസ്പിയുമാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക്